ഹായ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പോകുന്നത് ഇടുക്കി മൂന്നാറാണ്. തിരുവനന്തപുരത്ത് നിന്ന് മൂന്നാർ വരെ 250 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ കോവിഡൊക്കെ തുടങ്ങിയതിന് ശേഷമുള്ള ആദ്യത്തെ യാത്രയാണ്. ഇത്രയും നാളും പുറത്തോട്ടൊന്നും അധികം ദൂരോട്ടൊന്നും യാത്ര ചെയ്തിരുന്നില്ല. അപ്പോൾ ഇവിടെ നിന്നൊരു 5 മണിക്കൊക്കെ തിരിച്ചു. നമ്മളൊരു ഉച്ചയൊക്കെ ആകുമ്പോൾ മൂന്നാർ എത്തും. ഈ നവംബർ ഡിസംബർ സമയത്തൊക്കെ നല്ല മഞ്ഞായിരിക്കും അവിടെ. അപ്പോൾ നമുക്ക് നല്ല മഞ്ഞും മലയും തേയിലത്തോട്ടമൊക്കെ ഇട്ട് നല്ല ഭംഗിയുള്ള കാഴ്ചയായിരിക്കും. ഇപ്പോൾ അടിമാലി എത്തി. ഇനിയിപ്പോൾ നമ്മൾ ഈ പാലം കയറി അങ്ങോട്ട് അടിമാലി മൂന്നാർ റോഡാണ്. ഇപ്പോൾ വരുന്ന വഴിയൊക്കെ നന്നായിട്ട് ടാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ച് വരാനൊന്നും വലിയ പ്രയാസമൊന്നുമില്ല. പിന്നെ ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ മലയൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെറിയ തണുപ്പുമുണ്ട്. നമ്മളിനി അങ്ങോട്ട് പോകും തോറും നല്ല തണുപ്പ് കാണും. അങ്ങനെ ഇപ്പോൾ ഏകദേശം മൂന്നാർ ടൗൺ എത്താറായി. ഇനിയിപ്പോൾ കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. നമ്മളിപ്പോൾ ഈ റോഡ് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും 2 സൈഡിലും തേയിലത്തോട്ടം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലായിട്ട് മലയും അതിന് ചുറ്റും നല്ല മഞ്ഞൊക്കെ കാണാം. നല്ല വ്യൂ ആണ് ഇവിടെ നമ്മൾ ഈ കാണുമ്പോൾ. അങ്ങനെ മൂന്നാറെത്തി. ഇപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ട്. അപ്പോൾ ഈ കോവിഡിൻ്റെ ഒന്നും ഇവിടെ വലിയ പ്രശ്നമില്ലെന്ന് തോന്നുന്നു. കാരണം അത്രയ്ക്ക് ടൂറിസ്റ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല ബ്ലോക്കാണ്. ബൈക്കായതുകൊണ്ട് നമുക്ക് ഇതേപോലെ ഇടയിൽ കൂടെയൊക്കെ കയറി അങ്ങ് പോവാം. പക്ഷെ കാറാണെങ്കിൽ നമുക്ക് ഇതേപോലെ നിൽക്കേണ്ടി വന്നേനെ. ഇപ്പോൾ സമയം 1:30 ആയിട്ടേ ഉള്ളൂ. ഞാൻ ഇവിടെ നിന്ന് അടുത്ത് പോകുന്ന മറയൂരാണ്. മൂന്നാർ ടു മറയൂർ ഒരു 40 കിലോമീറ്റർ ദൂരമുണ്ട്. ഏകദേശം ഒരു 1-1.5 മണിക്കൂർ എടുക്കും. ഇവിടെ ആയിട്ട് ഇപ്പോൾ നല്ല മഞ്ഞ് കണ്ടു തുടങ്ങി. നമുക്ക് ഈ ഫ്രണ്ടിൽ കാണുന്ന പോലെ താഴ്ഭാഗം ഒന്നും കാണാൻ പറ്റാത്ത അത്രയ്ക്ക് മഞ്ഞായി. ഇപ്പോൾ ഈ റോഡിലൊക്കെ നല്ല മഞ്ഞ് കയറി. നമുക്ക് ഫ്രണ്ടിലെ വണ്ടി തന്നെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എതിരെ വരുന്ന വണ്ടി ഒട്ടും കാണാൻ പറ്റും. പിന്നെ ഇപ്പോൾ സമയം 2 മണി ആയിട്ടേ ഉള്ളൂ. ആ സമയത്താണ് ഇത്രയും മഞ്ഞ് ഇവിടെ.
ഇപ്പോൾ മറയൂർ എത്താറായി. നമ്മളീ പോകുന്ന വഴിയിൽ 2 സൈഡിലും ചന്ദന മരമാണ്. അതിന് നടുവിലൂടെ നല്ല റോഡാണ്, നല്ല ടാർ ചെയ്ത നല്ല റോഡാണ്. ഈ റോഡിൻ്റെ ഇരുവശത്തും ഇരുമ്പ് കമ്പി കൊണ്ട് വേലി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഈ ഫോറസ്റ്റ് ഏരിയ കൊണ്ട് ഈ ചന്ദനമരമൊക്കെ സംരക്ഷിക്കാനും വേണ്ടിയൊക്കെ ആയിരിക്കാം. ഇപ്പം മറയൂരെത്തി. ഇപ്പോൾ സമയം 3 മണി ആയിട്ടേ ഉള്ളൂ. ഞാനിപ്പോൾ അവിടെ നിന്ന് തിരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യാമെന്നാണ്. അപ്പോൾ ഇത്രയും നേരത്തെ ആയതുകൊണ്ട് ഇവിടെ സ്റ്റേ ചെയ്യാനില്ല. തിരിച്ച് ഞാൻ മൂന്നാർ പോവുകയാണ്. മൂന്നാർ പോയി അവിടെ റൂം എടുത്തിട്ട് നാളെ രാവിലെ മൂന്നാർ ഹിൽ ടോപ്പ് കാണാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ മറയൂരെത്തി. ഇപ്പോൾ സമയം ഒരു 3:30 കഴിഞ്ഞു. കാരണം 1.5 മണിക്കൂറൊക്കെ മതിയാവുമായിരുന്നു. പക്ഷേ ആ മഞ്ഞ് കാരണം വണ്ടി വളരെ പതുക്കെയാണ് ഓടിച്ചു വന്നത്. ഞാൻ ഇനി ഇവിടെ നിന്ന് തിരിച്ച് മൂന്നാറിലോട്ട് പോവുകയാണ്. അവിടെ പോയി ഏതെങ്കിലും റൂം എടുത്തിട്ട് അവിടെ നിന്ന് നാളെ രാവിലെ മൂന്നാർ ടോപ്പ് സ്റ്റേഷനിലോട്ട് പോകും. ഇപ്പോൾ വന്ന വഴി തന്നെ പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട മഞ്ഞിൻ്റെ അവിടെയൊക്കെ ഇപ്പോൾ നല്ല മഞ്ഞ് കാണും. അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് പോവാം. ഇതാണ് ഞാൻ എടുത്ത റൂം. ഇതിനിപ്പോൾ 800 രൂപ പറഞ്ഞു, 500 രൂപയെ കൊടുത്തിട്ടുള്ളൂ. കുഴപ്പമില്ല, അത്യാവശ്യം സൗകര്യമുള്ള റൂമാണ്. ഇതാണ് റൂമിന് പുറത്തുള്ള കാഴ്ച. അത്യാവശ്യം നല്ല വ്യൂ ആണ്. നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ മൂന്നാറിൻ്റെ ഏകദേശം ഭാഗമൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഈ കാണുന്ന പോലെ നല്ല വ്യൂ ആണ്. ഇതാണ് ഞാൻ താമസിച്ച കോട്ടേജ്. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ തിരിക്കാൻ പോവുകയാണ്. നേരെ മൂന്നാർ ടോപ്പ് സ്റ്റേഷനിലേക്കാണ്. ഇവിടെ നിന്നൊരു 35 കിലോമീറ്റർ ദൂരമുണ്ട്. ടോപ്പ് സ്റ്റേഷനിലോട്ട് പോകുന്ന റോഡ് കുറച്ച് മോശമാണ്. ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പൊളിഞ്ഞ കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്മൂത്തായിട്ട് ഓടിച്ച് പോകാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ രാവിലെ നല്ല തണുപ്പുണ്ട്. അതിൻ്റെ കൂടെ സൂര്യ ഉദിച്ചു പറഞ്ഞ ചെറിയൊരു ചൂടും. നല്ല ക്ലൈമറ്റാണ്. ഇതുവഴിയാണ് മാട്ടുപ്പെട്ടി പോകുന്നത്. മാട്ടുപ്പെട്ടി ഡാം കടന്നു വേണം നമുക്ക് ടോപ്പ് സ്റ്റേഷനിലോട്ട് പോകാൻ. ഈ റോഡ് കയറി നമ്മൾ 1 കിലോമീറ്റർ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ നല്ല വ്യൂ ഉണ്ട് തുടങ്ങി. ഇപ്പോൾ ഈ തേയിലത്തോട്ടത്തിൻ്റെയൊക്കെ. പിന്നെ നമുക്ക് തേയില വാങ്ങിയാൽ ഇവിടെ ഒരുപാട് ഔട്ട്ലെറ്റ് ഉണ്ട്.
ഇതാണ് മാട്ടുപ്പെട്ടി ഡാം. നമുക്കിവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ വണ്ടി അകത്തോട്ട് കൊണ്ടുപോകുന്നതിന് കുറച്ച് ചാർജ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ചാർജ്. ഈ ചാർജാണ് വണ്ടിക്കൊക്കെ ആകുന്നത്. നല്ല വ്യൂ ആണ്. ഇതുവഴിയാണ് അതിനകത്തോട്ട് പോകുന്നത്. ടോപ്പ് സ്റ്റേഷൻ എത്തി. ഇപ്പം നമുക്ക് വണ്ടി വെച്ചിട്ട് ഒരു 1/2 കിലോമീറ്ററോളം നടക്കാനുണ്ട്. വരുന്ന വഴിയിൽ ഒരുപാട് കടകളുണ്ട്. ഇപ്പം നമുക്ക് ചോക്ലേറ്റ്, തേയില അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിക്കാം. വലിയ വിലയുമില്ല. ഈ കാണുന്നതാണ് ഒരു വ്യൂ പോയിന്റ്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയൊക്കെ നിറയെ മഞ്ഞാണ്. ഈ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഈ കാണുന്ന പോലെ മഞ്ഞ് വന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഒട്ടും നമുക്ക് താഴ്ഭാഗമൊന്നും കാണാൻ പറ്റുന്നില്ല. നമുക്ക് ഇവിടെ നിന്ന് കുറച്ചും കൂടെ താഴോട്ട് ഇറങ്ങി പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ മഞ്ഞിന്റെ ആ ഭാഗത്തോട്ട് കുറച്ചും കൂടെ താഴെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് പോയി നിൽക്കാൻ പറ്റും. താഴ്ഭാഗത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞാനിപ്പോൾ തിരിച്ചു കയറി. എല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, നല്ല ക്ലൈമറ്റാണ്. പിന്നെ ആകെയുള്ള പ്രശ്നം നമ്മൾ അങ്ങോട്ട് ഇറങ്ങിപ്പോകുമ്പോൾ കുഴപ്പമില്ല. തിരിച്ച് കയറ്റം കയറി വരുമ്പോൾ സ്ഥിരമായിട്ട് നടക്കുന്നവരല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇനി തിരിച്ച് ഞാൻ മൂന്നാറിലോട്ട് പോവുകയാണ്.
തിരിച്ച് ഞാൻ മൂന്നാറെത്തി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തിരിക്കാൻ പോവുകയാണ്. ജസ്റ്റ് ഒരു ദിവസത്തേക്ക് വേണ്ടി വന്നതാണ് ഞാൻ. അപ്പോൾ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മൾ കാണാൻ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ദിവസത്തേക്ക് വേണ്ടി വന്നതുകൊണ്ട് അധികം സ്ഥലത്തൊന്നും എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി ഇനിയും നമുക്ക് കാണാം.